ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹിമ പൗർണമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞ ഓൾഡ് SCERTയിലെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം, വേൾഡ് ഹിസ്റ്ററി ഫിനിഷ് ചെയ്തതിന് ശേഷം ഇത് രണ്ടും കൂടെ മെർജ് ചെയ്തിട്ടുള്ള PDF ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഇട്ട് തരും. അതും കൂടെ ചേർത്ത് വെച്ച് നിങ്ങളൊന്ന് റിവിഷൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ആദ്യം തന്നെ കുമാരനാശാന്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള വരികൾ കൊടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃത്യുയേക്കാൾ ഭയാനകം എന്ന് പറയുന്ന വരി. ഓക്കെ, അത് ഏതിലെ വരിയാണ്? നമ്മുടെ ഒരു ഉദ്ബോധനം എന്ന് പറയുന്ന കുമാരനാശാന്റെ കൃതിയിലെ വരിയാണ്, അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. അപ്പൊ എന്താണ് കുമാരനാശാന്റെ ഒരു ഉദ്ബോധനം എന്ന് പറയുന്ന കൃതിയിൽ നിന്നെടുത്ത വരികളാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃത്യുനേക്കാൾ ഭയാനകം എന്ന് പറയുന്ന വരി. ഇത് എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? കുമാരനാശാൻ സ്മാരകം, കായിക്കരയിലെ കുമാരനാശാൻ സ്മാരകത്തിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ കിട്ടി. ഇനി എന്താണ് വിപ്ലവം എന്ന് പറയുന്നത്? സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലവിലുള്ള വ്യവസ്ഥയെ മാറ്റി പുതിയ ഒന്നിനെ സൃഷ്ടിക്കാനായിട്ട് നമ്മുടെ ഓരോ സമരങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പുതിയ ഒന്നിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആ ഒരു സമരങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിലവിലുണ്ടായിരിക്കുന്ന എന്താണ് സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ നിഷേധിക്കുന്ന ആ ഒരു വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ കൊണ്ടുവരാനുള്ള ശ്രമത്തെയാണ് എന്തെന്ന് പറയുന്നത്? അതിനുവേണ്ടി കൊണ്ടുവരുന്ന സമരങ്ങളെയാണ് വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം എന്താണ്? നവോത്ഥാനമാണ്, അല്ലെങ്കിൽ റിനൈസൻസ് ആണ്. ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായിട്ടുള്ള പ്രധാന ഘടകം നവോത്ഥാനമാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. യുക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ നവോത്ഥാനത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ട പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യനെ പ്രേരിപ്പിച്ചു. അപ്പൊ യുക്തിരഹിതമായിട്ടുള്ള വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് നവോത്ഥാനം കാരണമായി. അപ്പൊ നവോത്ഥാനത്തിന്റെ ഫലമായി ശാസ്ത്ര രംഗത്തുണ്ടായ പുരോഗതി 18ാം നൂറ്റാണ്ടിൽ, ഏതാണ് 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയം കൊണ്ടുവന്നു, അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ് കൊണ്ടുവന്നു. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകൾ പ്രേരിപ്പിച്ചു. അപ്പൊ എന്താണ് ജ്ഞാനോദയ ചിന്ത, അല്ലെങ്കിൽ ഈ പറയുന്ന എൻലൈറ്റ്മെന്റ് പ്രേരിപ്പിച്ച ആശയങ്ങൾ ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത. ഇതിനെയൊക്കെയാണ് ജ്ഞാനോദയം അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ് പ്രോത്സാഹിപ്പിച്ച ആശയങ്ങൾ. അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ജനങ്ങൾക്ക് ഇത് പ്രചോദനം നൽകി. ഈ എതിർപ്പുകൾ പല നാടുകളിലും ജനകീയ വിപ്ലവങ്ങൾക്ക് കാരണമായിട്ട് വികസിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ എന്താണ് ജ്ഞാനോദയം എന്നതാ ഇവിടെ ഒരു പെട്ടിക്കകത്ത് കിടപ്പുണ്ട്, നമുക്കത് നോക്കാം. യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളെയാണ് ജ്ഞാനോദയം എന്ന് പറയുന്ന ഭൗതിക വാക്കുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന് പറയുന്ന ഭൗതികവും സാംസ്കാരികവുമായിട്ടുള്ള പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകൾ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടു. അപ്പൊ യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതിയാണ് എന്തിന് കാരണമായത്? ജ്ഞാനോദയത്തിന് കാരണമായത്. ഓക്കെ, അപ്പം അത് അറിഞ്ഞു വെച്ചേക്കാം. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. നമുക്ക് പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ആദ്യത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഏത് കാലഘട്ടത്തിൽ? 18ാം നൂറ്റാണ്ടിൽ കേട്ടോ. 18ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്ന മുദ്രാവാക്യം. 18ാം നൂറ്റാണ്ടില് അതിന്റെ രണ്ടാം പകുതിയിലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. ആ സമയത്ത് അമേരിക്കയിൽ മുഴങ്ങിക്കേട്ട, വടക്കേ അമേരിക്കയിൽ മുഴങ്ങിക്കേട്ട ആ ഒരു മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ആരുടേതാണ് ഈ മുദ്രാവാക്യം? ജെയിംസ് ഓട്ടിസ് ആണ് ഈ ഒരു മുദ്രാവാക്യത്തിന് എന്താണ് രൂപം നൽകിയത്. ഓക്കെ, അപ്പൊ വടക്കേ അമേരിക്കയില് 18ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ മുഴങ്ങിക്കേട്ടതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം, അറിഞ്ഞു വെച്ചേക്കാം.
ശക്തമായ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ ജനത ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിയത്. ഓക്കെ, അപ്പം 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാനായിട്ട് തുടങ്ങി. അപ്പൊ എന്നു മുതലാണ് 16-ാം നൂറ്റാണ്ട് തൊട്ട് കുടിയേറാൻ ആരംഭിച്ചു. അങ്ങനെ 18-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് അവിടെ സമരമായി. ഓക്കെ, അപ്പൊ 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ എവിടെ നിന്നാണ്? യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. എന്തിനായിരിക്കും കുടിയേറുന്നത്? വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. എപ്പോഴാണ്? 18-ാം നൂറ്റാണ്ട്, അതായത് ആ സമരം നടക്കുന്ന സമയമൊക്കെ ആയപ്പം 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ എത്ര കോളനികളാണ്? 13 കോളനികൾ സ്ഥാപിച്ചു. ആ 13 കോളനികളാണ് ഈ ചിത്രത്തിൽ കിടക്കുന്നത്. ന്യൂ ഹോപ്ഷെയർ, മസാച്യൂസെറ്റ്സ്, റോഡ്സ് ഐലൻഡ്, കണക്ടിക്കട്ട്, ന്യൂ ജേഴ്സി, ഡെലാവെയർ, വെർജീനിയ, മേരിലാൻഡ്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ, ന്യൂയോർക്ക്, പെൻസിൽവാനിയ തുടങ്ങിയ 13 കോളനികളാണ് നമ്മുടെ ഇംഗ്ലണ്ടിന് വടക്കേ അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ? ആ ഒരു കാര്യം നോക്കി വെച്ചേക്കുക. അപ്പൊ അതിന്റെ തീരത്തുള്ള സമുദ്രം കൂടെ നോക്കി വെച്ചേക്കുക. അറ്റ്ലാന്റിക് ഓഷന്റെ തീരത്താണ് ഏതാണ് നമ്മുടെ വടക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. വടക്കേ അമേരിക്കയുടെ ഇങ്ങറ്റത്ത് ഒരു 13 കോളനികൾ ആരുടെ കയ്യിലുണ്ടായിരുന്നു? ഇംഗ്ലണ്ടിന്റെ കയ്യിൽ. ആരുടെ കയ്യിലാണ്? ഇംഗ്ലണ്ടിന്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ എന്തായിരുന്നു അമേരിക്കയിലെ കുടിയേറ്റം എന്ന് നോക്കാം. 1492 സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായിട്ടുള്ള വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ ഇന്ത്യക്കാരെന്ന് വിളിച്ചു. പുള്ളിക്കാരൻ ഇങ്ങനെ ഇന്ത്യ കണ്ടെത്താനായിട്ട് വന്നപ്പോഴത്തേക്ക് വഴിതെറ്റിപ്പോയി. ചെന്ന് കയറിയത് വടക്കേ അമേരിക്കയിലാണ്. കണ്ടപ്പോ ഇന്ത്യയെ പോലെയൊക്കെ വാലും തുമ്പും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പം ആ ഒരു രൂപം വെച്ച് നോക്കുമ്പോ എന്തോ കോണായിട്ടൊക്കെ തോന്നി. അങ്ങനെ പുള്ളി അവിടെ കയറി നോക്കിയപ്പോ എന്താണ്, അവിടുത്തെ ജനങ്ങളെ കണ്ടപ്പോഴും ഒരു റെഡ്, ഒരു തവിട്ട് നിറത്തിലുള്ള ആളുകളാണ്, ഇന്ത്യക്കാരാണെന്ന് തന്നെ വിചാരിച്ചു. പുള്ളിക്കാരൻ അവരെ ഇന്ത്യൻസ് എന്നാണ് ആദ്യം വിളിച്ചത്. പിന്നെയാണ് മനസ്സിലായത് സ്ഥലം മാറിപ്പോയി, ഇത് ഇന്ത്യ അല്ല. പിന്നെ അവരെ എന്തെന്നാക്കി? റെഡ് ഇന്ത്യൻസ് എന്നാക്കി. ഓക്കെ, ഇങ്ങനെ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് ഇവരെന്തെന്നറിയപ്പെട്ടു? റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മെയ്ഫ്ലവർ എന്ന് പറയുന്ന കപ്പലില്, ഓക്കെ, മെയ്ഫ്ലവർ എന്ന് പറയുന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനി സ്ഥാപിച്ചത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇംഗ്ലണ്ടിന്റെ രാജാവിന്റെ മതപീഡനത്തിന് ഇരയായിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി 17-ാം നൂറ്റാണ്ടിൽ ഒരു കപ്പലും പിടിച്ചിട്ട് കുറെ ആളുകൾ, ഇംഗ്ലീഷുകാർ എങ്ങോട്ട് വന്നു? അമേരിക്കയിലേക്ക് വന്നു. അവരാണ് ആദ്യമായിട്ട് അമേരിക്കയില് കോളനി സ്ഥാപിച്ചത്. ഇവർ തീർത്ഥാടക പിതാക്കൾ എന്നാണ് അറിയപ്പെട്ടത് കേട്ടോ. പിൽഗ്രിം ഫാദേഴ്സ് അല്ലെങ്കിൽ തീർത്ഥാടക പിതാക്കൾ എന്നാണ് ഈ പറയുന്ന ഇംഗ്ലീഷുകാരെ അറിയപ്പെട്ടത്. അങ്ങനെ യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശത്തേക്ക് പോയി. അതുപോലെ പിന്നെന്താണ്, അവരുടെ ഭൂമിയും ആട്ടിൻപറ്റോ എല്ലാം യൂറോപ്യന്മാര് കവർന്നു. അത് അങ്ങനെയല്ലേ വരത്തുള്ളൂ. അങ്ങനെ അവന്മാരെല്ലാം കൊള്ളയടിച്ചോണ്ട് പോയി. ഇങ്ങനെ തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായിട്ടും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. മാതൃരാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർക്കാന്റിലിസം എന്ന് അറിയപ്പെട്ടു. മെർക്കാന്റിലിസത്തിന്റെ ഭാഗമായി നിരവധി നിയമങ്ങളും ഇംഗ്ലീഷുകാർ കൊണ്ടുവന്നു. അപ്പൊ മാതൃരാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ കച്ചവടക്കാർ കോളനിയിൽ ചില വാണിജ്യ നയങ്ങൾ കൊണ്ടുവന്നു. എന്താണ് വാണിജ്യ നയങ്ങൾ കൊണ്ടുവന്നു? ആ വാണിജ്യ നയമാണ് എന്തെന്ന് പറയുന്നത്? മെർക്കാന്റിലിസം എന്ന് പറയുന്നത്. അപ്പൊ മെർക്കാന്റിലിസത്തിന്റെ ഭാഗമായിട്ട് നിരവധി നിയമങ്ങൾ കൊണ്ടുവന്നു. ആ നിയമങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. എന്തൊക്കെയാണ്? കോളനിയിൽ നിന്നോ കോളനിയിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഇംഗ്ലീഷ് കപ്പലുകളിലോ കൊളോണിയിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പം കോളനിയിൽ നിന്ന് എന്തെങ്കിലും സാധനം കൊണ്ടുപോകണമെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിലും ഒന്നെങ്കിൽ ഇംഗ്ലീഷ് കപ്പലിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ കോളനിയിൽ നിർമ്മിച്ച കപ്പലിൽ കൊണ്ടുവരണം. വെളിയിലുള്ള കപ്പലൊന്നും പറ്റൂല. അടുത്ത കോളനികളിലെ നിയമപരമായിട്ടുള്ള പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുരേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലീഷ് മുദ്ര പതിപ്പിച്ചതായിരിക്കണം. അതായത് കച്ചവടം അവരുടെ കുത്തകയായിരിക്കണം.
അതുപോലെ കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. വേറെ ആൾക്കാർ കുറച്ചുകൂടെ ലാഭത്തിന് തരാമെന്ന് മേടിക്കാന്ന് പറഞ്ഞാലും അവർക്കൊന്നും കൊടുക്കാൻ പാടില്ല. എല്ലാം ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ കൊളോണിയിൽ നിലനിർത്തിയിട്ടുള്ള ചില ഇംഗ്ലീഷുകാരുണ്ട്. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിലേക്കുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ കൊടുക്കണം. അതായത് അവിടെ ആൾക്കാരെ ഇംഗ്ലീഷുകാരെ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അവർക്കുള്ള താമസ സ്ഥലവും അവർക്കുള്ള സൗകര്യങ്ങളും കോളനിക്കാർ തയ്യാറാക്കി കൊടുക്കണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവ ഇറക്കുമതി ചുങ്കം നൽകണം. കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ അതിന് ഇറക്കുമതി ചുങ്കം നൽകണം. ഇതൊക്കെയാണ് മെർക്കാന്റിലിസത്തിലുള്ള നിയമങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ബോസ്റ്റൺ ടീ പാർട്ടി. ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായിട്ട് അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 16 രാത്രി റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിനകത്തുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് എടുത്തെറിഞ്ഞു. ആ ഒരു സംഭവത്തെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. ബോസ്റ്റൺ തുറമുഖത്താണ് നടന്നത്. 342 പെട്ടി തേയില കടലിലേക്ക് എടുത്തിട്ട സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി 2 കോഡ്സ് ഉണ്ട്. കോഡ്സുകളൊന്നും നോക്കി ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിന് അവകാശമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ലോക്ക്. ആരെയും ലോക്ക് ചെയ്ത് വെക്കാനുള്ള അവകാശമില്ല. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ലോക്കും ഹനിക്കാനും കണക്ട് ചെയ്ത് വെച്ചോ, ആർക്കും അങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ലോക്കാണ്. തോമസ് പെയിൻ ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ടിന്, ഈ വൻകര, അതായത് വടക്കേ അമേരിക്കയെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയാമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് ആരാണ്? തോമസ് പെയിൻ. അങ്ങനെ ഏതോ കീഴടക്കി വെച്ചിരുന്ന ആ ഒരു വേദന കൊണ്ട് പറഞ്ഞതാണെന്ന് വിചാരിച്ചാൽ അത് പെയിൻ. ഓക്കെ, അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരുന്നാൽ മറന്നുപോവില്ല. ഇനി വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു. മാതൃരാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായിട്ട് ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. എവിടെയാണ്? ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. അപ്പൊ എന്താണ്? 1774 ഇംഗ്ലണ്ടിന്റെ എതിരായിട്ടുള്ള നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാൻ വേണ്ടി ജോർജിയ ഒഴികെയുള്ള കോളനിയിലെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇത് 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാണ് അറിയപ്പെട്ടത്. അപ്പൊ ഇതിനെ അറിയപ്പെട്ട പേരാണ് 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഓക്കെ, തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്ന് തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും അവർ ആവശ്യപ്പെട്ടു. അതുപോലെ എന്താണ് പറഞ്ഞത്? തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ അവരുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും എന്ന് പറഞ്ഞു. ആ കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. ആരാ കേൾക്കുന്ന? രാജാവാ. അപ്പൊ രാജാവ് എന്തു പറഞ്ഞു? നടക്കൂല. അപ്പം എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായിട്ട് സൈന്യത്തെ അയച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനിയും തമ്മിലുള്ള യുദ്ധത്തിന് വഴിവെച്ചു. ഓക്കെ, അപ്പം എന്താണ്? ഈ രാജാവ് ആ ഒരു നിവേദനം കണ്ടിട്ട് ജനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചത് ഇംഗ്ലണ്ടും കോളനിയും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് വഴിതെളിച്ചു. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന 2ാമത്തെ സമ്മേളനം. അപ്പൊ 2ാമത്തെ സമ്മേളനം ചേർന്നത് എവിടെ തന്നെയാണ്? ഫിലാഡൽഫിയയിലാണ്. അപ്പൊ ഫിലാഡൽഫിയയിൽ ചേർന്ന 2ാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിട്ട് തെരഞ്ഞെടുത്തു. അപ്പൊ 2ാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസിലാണ് ജോർജ് വാഷിംഗ്ടൺ എന്താണ് നമ്മുടെ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ തലവനായിട്ട് മാറുന്നത്. ഈ സമയം തോമസ് പെയിൻ തന്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും വിവേകപൂർവമായിട്ടുള്ള പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു.
അപ്പൊ കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖ ആരുടേതാണ്? നമ്മുടെ തോമസ് പെയിന്റി ആണ് കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖ. ഓക്കെ, കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖ ആരുടെയാണ്? തോമസ് പെയിന്റി ആണ്. ഇദ്ദേഹം അതിനകത്ത് എന്താ പറഞ്ഞത്? ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു. 1776 ജൂലൈ 4 അടുത്ത വർഷം 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രസിദ്ധമായിട്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അപ്പൊ എന്നാണ് അമേരിക്കയിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്? 1776 ജൂലൈ 4 അപ്പൊ തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു സത്യപ്രതിജ്ഞ തയ്യാറാക്കിയത്. അതാണ് ഈ കിടക്കുന്നത്. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാവാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെട്ടവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ഇതാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ആരൊക്കെ ചേർന്നിട്ടാ തയ്യാറാക്കിയത്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നിട്ടാണ് ഇത് തയ്യാറാക്കിയത്. ഓക്കെ, സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികൾക്കും തമ്മിൽ ആരംഭിച്ച യുദ്ധം അവസാനിച്ചു. എന്ന് അവസാനിച്ചത്? 1781 അവസാനിച്ചത്. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ടിലെ 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. അപ്പൊ 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികൾക്കും സ്വാതന്ത്ര്യം അംഗീകരിച്ചു. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്ക് ഒരു ഭരണഘടനയും തയ്യാറാക്കി. അപ്പൊ ഇവിടെയും നോക്കുക, ഇവിടെയും എവിടെ തന്നെയാണ്? ഫിലാഡൽഫിയയിൽ തന്നെയാണ്. ഫിലാഡൽഫിയയില് ഭരണഘടനാ സമ്മേളനം ചേർന്നു. അപ്പൊ ഒന്നാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ്, രണ്ടാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ്, ഭരണഘടനാ സമ്മേളനം എല്ലാം എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ് നടന്നത്. അപ്പൊ ആ ഭരണഘടനാ സമ്മേളനത്തിൽ വെച്ചിട്ട് ആരാണ്? ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്ക് ഒരു ഭരണഘടന തയ്യാറാക്കി. അപ്പൊ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ. ജോർജ് വാഷിംഗ്ടൺ ആണ് അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഇത്രയും ക്ലിയർ ആണോ? അമേരിക്ക നിലവിൽ വരുന്ന വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞു. അപ്പൊ അമേരിക്കയിൽ അന്നേരം വരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഈ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ കഴിഞ്ഞു. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും അത് പ്രചോദനം നൽകുകയും ചെയ്തു. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ തയ്യാറായി. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് കൊണ്ടുവന്നത്. അപ്പം പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനം കൊടുത്തു. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നു. ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്കൻ വിപ്ലവമാണ്. ഓക്കെ, ഇനി അടുത്തത് ഫ്രഞ്ച് വിപ്ലവം. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞതാരാണ്? ലൂയി 14 രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ആരാ പറഞ്ഞ? ലൂയി 14 പറഞ്ഞത്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 15 നിങ്ങൾക്ക് റൊട്ടി കിട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് ചോദിച്ചത് മേരി അന്റോണിയേറ്റ് ആണ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കോഡ്സുകളാണ്. അപ്പൊ 17-18 നൂറ്റാണ്ടുകളിൽ, അതായത് അമേരിക്കൻ വിപ്ലവം നടക്കുന്നതിന്റെ ഏകദേശം ഒരു സമയത്ത്, അതായത് അമേരിക്കയിലെ പ്രശ്നം തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഇവിടെ പ്രശ്നം തുടങ്ങിയത്. അവിടെ 16-ാം നൂറ്റാണ്ടിൽ തുടങ്ങി, ഇവിടെ 17-ാം നൂറ്റാണ്ടിലാണ് തുടങ്ങിയത്. അപ്പം ആ ഒരു 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രഞ്ചിന്റെ ഭരണം അല്ലെങ്കിൽ ഫ്രാൻസിന്റെ ഭരണം നിയന്ത്രിച്ചവരുടെ ചില പ്രസ്താവനകളാണ് നമ്മളിപ്പം പറഞ്ഞത്. അപ്പൊ ഇവരുടെ അധികാരത്തിന്റെ കേന്ദ്രമായിട്ട് കണക്കാക്കിയിരുന്ന സ്ഥലം ഏതാണ്?
വേഴ്സായി കൊട്ടാരം വേസ്റ്റ് ആണ്, ഓക്കെ. എന്നാലും വേഴ്സായി കൊട്ടാരമാണ് അവിടുത്തെ അധികാരത്തിന്റെ ചിഹ്നമായിട്ടല്ല അധികാര കേന്ദ്രമായിട്ട് കണക്കാക്കിയിരുന്നത്. അപ്പൊ ഏകാധിപത്യമാണ് ഫ്രാൻസിൽ ആ സമയത്ത് നിലനിന്നിരുന്നത്. ഭരണാധികാരികൾ ധൂർത്തന്മാരുമായിരുന്നു. അപ്പം ഫ്രാൻസിൽ 10ൽ 9 പേരും പട്ടിണി കൊണ്ട് മരിക്കുകയാണെങ്കിൽ 10ാമത്തെ ആൾ ദഹനക്കേട് ബാധിച്ചിട്ടാണ് മരിക്കുന്നത്. ഓക്കെ, അത്രയും മോശമായിരുന്നു അവിടുത്തെ ധൂർത്ത് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പൊ ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അവയെ എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. എസ്റ്റേറ്റുകൾ ഫ്രഞ്ച് സമൂഹത്തെ 3ആയിട്ട് തരംതിരിച്ചു. ആ 3 തട്ടുകളെ പറയുന്ന പേര് എസ്റ്റേറ്റുകൾ എന്നാണ്. 3 എസ്റ്റേറ്റുകളെ വിഭജിച്ച ഫ്രഞ്ച് സമൂഹത്തെ പറ്റിയാണ് അടുത്ത പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ആരാ ഉണ്ടായിരുന്നത്? പുരോഹിതന്മാരാണ്. ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിട്ടുള്ളവരും കർഷകരിൽ നിന്ന് തിഥേ എന്ന നികുതി മേടിക്കുന്നവരുമാണ് പുരോഹിതന്മാര്. എന്താണ്? ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിട്ടുള്ളവരും കർഷകരിൽ നിന്ന് തിഥേ എന്ന പേരുള്ള നികുതി മേടിച്ചിരുന്ന ആൾക്കാരാണ് പുരോഹിതന്മാര്. എല്ലാത്തരം നികുതികളിൽ നിന്നും ഇവരെ ഒഴിവാക്കിയിരുന്നു. നികുതിയിൽ നിന്നൊക്കെ അവരെ ഒഴിവാക്കിയിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികളും ഇവരാണ് നിയന്ത്രിച്ചിരുന്നത്. ആരാണ്? പുരോഹിതന്മാര്. രണ്ടാമത്തെ എസ്റ്റേറ്റില് പ്രഭുക്കന്മാരാണുള്ളത്. അപ്പൊ സൈനിക സേവനം നടത്തിയിരുന്നവരാണ് പ്രഭുക്കൾ കേട്ടോ. സൈനിക സേവനം. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ ഇവർ പിരിച്ചിട്ടുണ്ട്. പുരോഹിതന്മാര് തിഥേ മാത്രമാണെങ്കിൽ ഇവര് പലതരം നികുതികൾ പിരിച്ചിട്ടുണ്ട്. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയും എടുപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നികുതികളിൽ നിന്ന് ഇവരെയും ഒഴിവാക്കിയിട്ടുണ്ട്. ആഡംബര ജീവിതമാണ് ഇവർ നയിച്ചിട്ടുള്ളത്. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചിട്ടുള്ളവരാണ് പ്രഭുക്കന്മാര്. ഓക്കെ, ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ്. അതല്ലാത്ത ഇവർ രണ്ടുപേരും അല്ലാത്ത ബാക്കി എല്ലാവരും വരുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ്. കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗമാണ് ഈ പറയുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്നത്. അതിനകത്ത് കർഷകരും കൈത്തൊഴിലാളികളും എല്ലാം ഉണ്ട്. ഓക്കെ, ഇവർക്ക് ഭരണത്തിൽ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. തൈല എന്ന പേരിൽ ഭൂനികുതി ഇവര് സർക്കാരിന് നൽകണം. തിഥേ എന്ന് പറയുന്ന നികുതി പുരോഹിതന്മാർക്ക് കൊടുക്കേണ്ടതാണ്. എന്നാൽ തൈല എന്ന് പറയുന്ന നികുതി സർക്കാരിന് ആര് നൽകണം? ഈ പറയുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള ആളുകൾ നൽകണം. താഴ്ന്ന സാമൂഹിക പദവിയാണ് അവർക്ക് കിട്ടിയിരുന്നത്. പ്രഭുക്കന്മാരും പുരോഹിതന്മാർക്കും ഇവര് നികുതി നൽകേണ്ടി വന്നു. ഓക്കെ, ഇതാണ് ഫ്രാൻസിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ പറ്റിയൊക്കെ നമ്മുടെ പല ചിന്തകന്മാരും പലതും പറഞ്ഞു. അങ്ങനെയാണ് അവിടെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പൊ ആരൊക്കെയാണ്? ഒന്നാമത്തത് വോൾട്ടയർ. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനാണ് വോൾട്ടയർ. ഓക്കെ, പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചത് വോൾട്ടയർ ആണ്. യുക്തി, ചിന്ത, സമത്വം, മനുഷ്യ സ്നേഹം ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ച ചിന്തകനാണ് വോൾട്ടയർ എന്ന് പറയുന്നത്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളിലാണെന്ന് പറഞ്ഞത് റൂസോ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. സ്വതന്ത്രനായിട്ട് ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളിലാണെന്ന പ്രസ്താവന പറഞ്ഞത് റൂസോയാണ്. അതുപോലെ ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞത് ആരാണ്? അതും റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞതും റൂസോയാണ്. അതുപോലെ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? ഫ്രാൻസില് മൊണ്ടെസ്ക്യൂ ആണ്. ഓക്കെ, ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത് മൊണ്ടെസ്ക്യൂ ആണ്. ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായിട്ട് തരംതിരിപ്പിക്കണം എന്ന് പറഞ്ഞതും മൊണ്ടെസ്ക്യൂ ആണ്. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം ഈ 3 പാർട്ടായിട്ട് വിഭജിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? മൊണ്ടെസ്ക്യൂ ആണ്. ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റ് എങ്ങനെയാണ് മുന്നേറി വന്നതെന്നാണ് അടുത്ത പറയുന്നത്. ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ, പുരോഹിതർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ എന്നിവയും തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതിയെ അതീവ ഗുരുതരമാക്കി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ കോളനികളെ സമ്പത്തും സൈന്യവും ഒക്കെ നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചതും സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കി. അപ്പം നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയ്ക്ക് ആ ഒരു സ്വാതന്ത്ര്യം നേടി കിട്ടാൻ വേണ്ടി അമേരിക്കൻ ജനത യുദ്ധം ചെയ്തില്ലേ?
അപ്പൊ അതിലവർ വിജയിച്ചെന്ന് പറഞ്ഞില്ല. ആ യുദ്ധത്തിൽ കുറെ സഹായം ചെയ്തത് ആരാണ്? ഫ്രാൻസ് ആണ്. അപ്പൊ ഫ്രാൻസിലെ ഭരണാധികാരികൾ അവരെ സഹായിച്ചതും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമായി. അപ്പൊ ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്താനായിട്ട് 1789 എന്നാണ് 1789 ചക്രവർത്തിയായിരുന്ന ലൂയി 16 ജനപ്രതിനിധി സഭ വിളിച്ചു ചേർത്തു. ജനപ്രതിനിധി സഭയായിട്ടുള്ള സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഓക്കെ, അപ്പം ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറൽ 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ ഓരോ എസ്റ്റേറ്റിനും ഒരു വോട്ട് മതി, ഓരോ സ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകാർ പറഞ്ഞു. അവരാള് കുറവാണ്, അവർക്ക് ദൂത്തടിക്കണം, അപ്പൊ എന്താണ് അവരങ്ങനെ മതി എന്ന് പറഞ്ഞു. പക്ഷെ 3ാമത്തെ എസ്റ്റേറ്റുകളാണ് അല്ലാതുള്ള എല്ലാ മധ്യവർഗക്കാരും വരുന്നത്, അവിടെ ആള് കൂടുതലാണ്. അപ്പൊ അവരതിനെ അംഗീകരിച്ചില്ല. എന്നാൽ 3ാമത്തെ എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നാണ് ഈ കോമൺസ് എന്നറിയപ്പെട്ട 3ാമത്തെ എസ്റ്റേറ്റുകാര് പറഞ്ഞത്. അവസാനം അവര് പറഞ്ഞതൊന്നും ആരും അംഗീകരിച്ചില്ല. അവസാനം അവര് ദേഷ്യം വന്നിട്ട് അവരിറങ്ങി അങ്ങ് പോയി. എന്നിട്ട് പറഞ്ഞു വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ 3ാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവർ അടുത്ത ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ആ ഒരു പ്രതിജ്ഞയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായിട്ട് അല്ലെങ്കിൽ ഏത് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ 1ാമത്തെ എസ്റ്റേറ്റിലും 2ാമത്തെ എസ്റ്റേറ്റിലും 3ാമത്തെ എസ്റ്റേറ്റിലും ഒക്കെ എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നെന്ന് ഇവിടെ ടേബിൾ കിടപ്പുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് 3ാമത്തെ എസ്റ്റേറ്റിലാണ്, ഏറ്റവും കുറവ് 1ാമത്തെ എസ്റ്റേറ്റിലുമാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. അപ്പം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഫ്രഞ്ചിലെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അതുപോലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. കേട്ടോ, ബൂർബൻ രാജവാഴ്ചയാണ് ഫ്രാൻസിൽ നിലനിന്നിരുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് ആ ഒരു വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തത്. അപ്പൊ ബാസ്റ്റിൽ ജയിൽ തകർത്ത എന്നാണ് 1789 ജൂലൈ 14 അപ്പൊ ഈ ഒരു സംഭവത്തെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായിട്ട് കണക്കാക്കുന്നത്. അപ്പം ബാസ്റ്റിൽ ജയിൽ തകർത്തത് എന്നാണ് 1789 ജൂലൈ 14 അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 12 ആയപ്പോഴത്തേക്ക് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. അത് കഴിഞ്ഞ് ഒക്ടോബർ ആയപ്പോഴത്തേക്ക് പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായിട്ട് വേഴ്സായി കൊട്ടാരത്തില് പ്രകടനം നടത്തി. അപ്പോഴാണ് നമ്മളെ മേരി ചേച്ചി വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് റൊട്ടി കിട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന്. പുള്ളിക്കാരി ഇഷ്ടംപോലെ കേക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അത്രയും ബുദ്ധി ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ മേരിക്ക്. അപ്പം അത് കഴിഞ്ഞിട്ട് എന്താണ് 1792 സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിച്ചപ്പം ഫ്രാൻസ് റിപ്പബ്ലിക് ആയത് എന്നാണ് 1792 സെപ്റ്റംബറിലാണ്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ ഫ്രാൻസ് സ്വാതന്ത്ര്യം നേടി 1700 റിപ്പബ്ലിക് ആയല്ലോ. റിപ്പബ്ലിക് ആയി കഴിയുമ്പോഴത്തേക്ക്, റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്ര തലവനുള്ള ഒരു സ്ഥലത്തെയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പൊ ഫ്രാൻസിന് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ തലവൻ വന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? അധികാരം കൈ കിട്ടുമ്പം അഹങ്കാരം കയറൂലേ? അതുപോലെ കൈ കിട്ടിയ ആളുകളിലും സെയിം അവസ്ഥയായിരുന്നു. അങ്ങനെ 1793 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്നതിനായിട്ട് റോബസ്പിയർ എന്ന വ്യക്തിയെ ഏൽപ്പിച്ചു. ഇപ്പൊ എന്താണ് 1893 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ഒരു പൊതു സുരക്ഷാ സമിതി അല്ലെങ്കിൽ കമ്മിറ്റി രൂപീകരിച്ചു. അതിന്റെ ലീഡർ ആരായിരുന്നു? റോബസ്പിയർ ആയിരുന്നു. ഓക്കെ, റോബസ്പിയർ ആയിരുന്നു. മിറാബോ, ഡാൻടൺ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ആരൊക്കെയായിരുന്നു ആ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങൾ? മിറാബോയും ഡാൻടനും. ശത്രുക്കൾ എന്ന് തോന്നിയ എല്ലാവരെയും ഇവര് ഗില്ലറ്റിൻ എന്ന് പറയുന്ന ആ ഒരു ഉപകരണം ഉപയോഗിച്ച് നിഷ്കരണം വധിച്ചത്. ഗില്ലറ്റിനാണ് ഈ കിടക്കുന്നത്.
ആളുടെ തല എവിടെ വെക്കും, വലിയ കത്തിവാള് കണക്കത്തെ സംഭവം വന്ന് ഊക്കിന് വീഴും. അപ്പൊ തല 2 പീസായിട്ട് പോകും. ഓക്കെ, തലയും ഉടലും 2 പീസായിട്ട് പോകുന്ന യന്ത്രമാണ് ഗില്ലറ്റിൻ. അപ്പൊ ഇതുപയോഗിച്ച് നിഷ്കർണം വധിച്ചു. അവിടുത്തെ നിരവധി പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും ഇതിന്റെ ഇരയാക്കി. ഇങ്ങനെ ലൂയി 16 മേരി അന്റോണിയേറ്റും എല്ലാം ഗില്ലറ്റിന് ഇരയായി. അതിനുശേഷം അവസാനം ഭീകരവാഴ്ചയുടെ അവസാനം റോബസ്പിയറും ഗില്ലറ്റിന് ഇരയായി. അതോടുകൂടി അവിടുത്തെ ഭീകരവാഴ്ച അവസാനിച്ചു. 1794 ജൂലൈയിൽ നീണ്ടുനിന്ന ഈ ഒരു ഭരണമാണ് എന്താണ് ഭീകരവാഴ്ച എന്നറിയപ്പെട്ടത്. 1793 തുടങ്ങി 94 വരെ 1 വർഷം നീണ്ടുനിന്ന ഈ ഒരു ഭരണത്തെയാണ് ഭീകരവാഴ്ച എന്ന് അറിയപ്പെട്ടത്. ഓക്കെ, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് ആരാണ്? മെറ്റേണിയാണ്. ആരാണ്? മെറ്റേണിയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനത്തെ പറ്റി എന്താണ് മെറ്റേണി, ആസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേണി പറഞ്ഞതാണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത്. ഇനി ഫ്രഞ്ച് വിപ്ലവം കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിന് പ്രചാരണം കൂടി. പിൽക്കാലത്തെ ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്തു. അതുപോലെ രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയത് ഏത് വിപ്ലവമാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊഴുക്കിയതും ഫ്രഞ്ച് വിപ്ലവമാണ്. മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചതും ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കടമെടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ്. അതുപോലെ ജനകീയ പരമാധികാരം ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനത്തോടെ എല്ലാവർക്കും കിട്ടിയതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും തമ്മിൽ എന്താണ് ബന്ധം? ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് എതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായിട്ട് ടിപ്പു ഈ ഒരു സഖ്യത്തെ കണക്കാക്കി. ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം നമ്മുടെ ടിപ്പു സുൽത്താൻ പൗരനായിട്ടുള്ള ടിപ്പു അല്ലെങ്കിൽ സിറ്റിസൺ ടിപ്പു എന്ന പേര് സ്വീകരിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായിട്ടുള്ള ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം അല്ലെങ്കിൽ ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബായിട്ടുള്ള ജാക്കോബിനിൻ അംഗമാവുകയും ചെയ്തു. ഓക്കെ, അപ്പം അറിഞ്ഞു വെച്ചേക്കാം. ഇനി നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും. മഹത്തായ ലക്ഷ്യങ്ങൾക്കായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചു കാലം നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കഴിയേണ്ടി വന്നു. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് പരാജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് നെപ്പോളിയൻ ആയിരുന്നു. എന്താ പറഞ്ഞത്? മഹത്തായ ലക്ഷ്യങ്ങൾക്കായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചു കാലം കൂടി എന്താണ് അത്ര നല്ല കാര്യമൊന്നും അല്ലായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ കീഴില് ഏകാധിപത്യത്തിന്റെ കീഴിൽ കഴിയേണ്ടതായിട്ട് വന്നു. ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞപ്പം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് നെപ്പോളിയൻ ആയിരുന്നു. 1799 അദ്ദേഹം ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു. ഒരു ഏകാധിപതി ആയിരുന്നെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. ആ പരിഷ്കാരങ്ങളെല്ലാം ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങളും ലക്ഷ്യങ്ങളും ആയിരുന്നു. അടുത്ത നമ്മുടെ റൂസോയും മനുഷ്യാവകാശ പ്രഖ്യാപനവും. ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിച്ചത്. അപ്പൊ ആരുടേതാണ്? റൂസോയുടെ ആശയങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ കൂടുതലായിട്ട് വന്നത്. അപ്പം അദ്ദേഹത്തിന്റെ പ്രശസ്ത ഗ്രന്ഥമായിട്ടുള്ള സോഷ്യൽ കോൺട്രാക്ട്, അതിനകത്തുനിന്നാണ് കൂടുതൽ ആശയങ്ങളും ഈ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ കടമെടുത്തത്. അപ്പം സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ബുക്ക് ആരുടേതാണ്? നമ്മുടെ റൂസോയുടേതാണ്.
ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ബലമാണ് ഭരണകൂടം എന്ന് ഈ ഒരു സോഷ്യൽ കോൺട്രാക്റ്റിലാണ് നമ്മുടെ റൂസോ പറയുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന നെപ്പോളിയൻ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി മാറ്റി, പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട്, എന്താണ് സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. അപ്പൊ സിങ്കിങ് ഫണ്ട് ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്, നെപ്പോളിയനാണ് കൊണ്ടുവന്നത്. അതുപോലെ ഗതാഗത പുരോഗതിക്കായിട്ട് നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് ആരാണ്? നെപ്പോളിയനാണ്. ഓക്കെ, എവിടെയാണ്? ഫ്രാൻസിൽ. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി. അപ്പം ഫ്രാൻസിനായിട്ടൊരു നിയമസംഹിത കൊണ്ടുവന്നു, ബാങ്ക് ഓഫ് ഫ്രാൻസ് കൊണ്ടുവന്നു, സിങ്കിങ് ഫണ്ട് കൊണ്ടുവന്നു. അതുപോലെ പുരോഹിതന്മാരെ നിയന്ത്രിച്ചു. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളൊക്കെ ആക്കിയതാരാണ്? നെപ്പോളിയനാണ്. ഏകാധിപതി ആണെങ്കിലും കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ നെപ്പോളിയന്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിൽ ആകമാനം വ്യാപിക്കുമോ എന്ന് മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു. നെപ്പോളിയനെ അല്ല, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളെയാണ് അവർ ഭയപ്പെട്ടത്. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിലാണ് നമ്മുടെ നെപ്പോളിയനെ ഈ പറയുന്ന സഖ്യ സൈന്യങ്ങൾ പരാജയപ്പെടുത്തിയത്. ഓക്കെ, 1815 വാട്ടർലൂ യുദ്ധം നടന്നത്. അതില് നെപ്പോളിയനെ സഖ്യ സൈന്യ പരാജയപ്പെടുത്തി. യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയൻ അങ്ങനെ അധികാരം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ്. ഇതായിരുന്നു വീട്, ഇതാണ് സ്ഥലം. ചോളത്തിന്റെ കൊഴുത്ത കതിരുകൾ ഉയർന്നു പൊങ്ങിയത് എവിടെയാണ്? ഇവിടെയാണ് അവ ചുവന്ന ഹിമപാതം പോലെ വീണ്ടും വീണ്ടും കൊഴിഞ്ഞു വീണത്. അപ്പൊ ഇതായിരുന്ന വീട്, ഇതായിരുന്ന സ്ഥലം. ചോളത്തിന്റെ കൊഴുത്ത കതിരുകൾ ഉയർന്നു പൊങ്ങിയത് ഇവിടെയാണ്. ഇവിടെയാണവ ചുവന്ന ഹിമപാതം പോലെ വീണ്ടും വീണ്ടും കൊഴിഞ്ഞു വീണത്. ചെമ്മരിയാടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ അഴിച്ചെടുക്കപ്പെട്ടത് ഇവിടെയാണ്. കാമുകിമാർക്കും ശ്മശാനങ്ങൾക്കും സാമ്രാട്ടും അമ്മമാർക്കും പ്രാർത്ഥനകൾക്കും പടയാളികൾക്കും ഉടുപ്പ് തുന്നുന്നവർ ഇവിടെയാണ്. മാച്ചു പിച്ചു നീ കുഴിച്ചു മൂടിയ അടിമയെ എനിക്ക് തരൂ. അപ്പം മാച്ചു പിച്ചുവിന്റെ ഉയരങ്ങൾ എന്ന് പറയുന്ന പാബ്ലോ നെരൂദയുടെ കൃതിയിലെ വരികളാണിത്. ഇതിനകത്ത് എന്തൊക്കെ പറയുന്നുണ്ട്? മാച്ചു പിച്ചിയിലെ ജനങ്ങൾക്ക് ചോളം ഉണ്ടായിരുന്നു, ചോളകൃഷി ഉണ്ടായിരുന്നു. ചെമ്മരിയാടിന്റെ തോല് വെച്ചിട്ട് തുണികളൊക്കെ എടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ആ ഒരു ചെമ്മരിയാടിന്റെ കാര്യങ്ങൾ കൃഷി ഉണ്ടായിരുന്നു. അതുപോലെ ഉടുപ്പ് തുന്നുന്ന ആൾക്കാർ അല്ലെങ്കിൽ തയ്യൽക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ഇത് മനസ്സിലാക്കാം. അപ്പൊ തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളിൽ ഒന്നാണ് മാച്ചു പിച്ചു. ലാറ്റിൻ അമേരിക്കൻ കവിയാണ് പാബ്ലോ നെരൂദ. അദ്ദേഹമാണ് മാച്ചു പിച്ചുവിന്റെ ഉയരങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു കൃതി എഴുതിയത്. ഈ സാമ്പത്തിക അഭിവൃദ്ധിയെ ചൂഷണം ചെയ്തിട്ടാണ് പോർച്ചുഗീസുകാരും സ്പെയിൻകാരും ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കി മാറ്റിയത്. അപ്പം ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയത് ആരാണ്? ഇംഗ്ലണ്ട് അല്ല, സ്പെയിനും പോർച്ചുഗീസുമാണ് കേട്ടോ. സ്പെയിനും പോർച്ചുഗീസുമാണ് ലാറ്റിൻ അമേരിക്കനെ കോളനിയാക്കിയത്. കോളനി ഭരണം ജനജീവിതത്തെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചതെന്നാണ് അടുത്ത പറയുന്നത്. സ്പെയിൻകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ ഭാഷ, മതം, ആചാരം ഇതൊക്കെ അവിടെ പ്രചരിപ്പിച്ചു. സ്പാനിഷ് ശൈലിയിലുള്ള വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. സ്പാനിഷ് കൃഷി രീതി, കാർഷിക വിളകളും കോളനികളിൽ നടപ്പിലാക്കി. യൂറോപ്പിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പടർന്നു. ഇങ്ങനെ എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനം പുലർത്തി. ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു. കോളനിക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാദ, സൈമൺ ബോളിവർ എന്നിവരുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വാതന്ത്ര്യമാക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം അവിടുത്തെ ലീഡേഴ്സിനെ ഒന്ന് നോക്കി വെച്ചേക്ക. ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാഡ, സൈമൺ ബോളിവർ ഇതൊക്കെയാണ് നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. ഓക്കെ, ഇനി അടുത്തതാണ് റഷ്യൻ വിപ്ലവം.
നമ്മുടെ മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന് പറയുന്ന നോവലിലെ വരികളാണ് ഇനി കിടക്കുന്നത്. ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. ഏത് കൃതിയിലെ വരിയാണ്? മാക്സിം ഗോർക്കിയുടെ അമ്മയിലെ വരിയാണ്. അതുപോലെ സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നശിക്കട്ടെ, എല്ലാ ഉൽപാദന ഉപാധികളും ജനങ്ങൾക്ക്, എല്ലാ അധികാരവും ജനങ്ങൾക്ക്, അധ്വാനം എല്ലാവരുടെയും ചുമതല. അതും ഏതിൽ തന്നെയാണ് പറയുന്നത്? അമ്മ എന്ന് പറയുന്ന ഈ ഒരു നോവലിൽ തന്നെയാണ് പറയുന്നത്. അതുപോലെ ഒരു കൂട്ടർ ആജ്ഞാപിക്കാൻ മാത്രവും മറ്റൊരു കൂട്ടർ പണിയെടുക്കാൻ മാത്രവുമായിട്ടുള്ള കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായി തുടരും എന്ന് പറഞ്ഞതും അമ്മയിലാണ്. ഓക്കെ, അപ്പൊ 3 പ്രധാനപ്പെട്ട വരികളാണ് നോക്കി വെച്ചേക്ക. ഒരു കൂട്ടർ ആജ്ഞാപിക്കാൻ മാത്രവും മറ്റൊരു കൂട്ടർ പണിയെടുക്കാൻ മാത്രവുമുള്ള കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായി തുടരുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതും മാക്സിം ഗോർക്കിയുടെ അമ്മയിലാണ്. അപ്പൊ മാക്സിം ഗോർക്കി ആരാണ്? ലോകപ്രസിദ്ധനായിട്ടുള്ള റഷ്യൻ സാഹിത്യകാരനാണ് മാക്സിം ഗോർക്കി. അദ്ദേഹത്തിന്റെ നോവലാണ് അമ്മ. ഓക്കെ, റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തി. അപ്പം ഓരോ രാജ്യത്തിന്റെയും ഏതാണ് രാജവംശം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിന് കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായിട്ടുള്ള ജീവിതമാണ് നയിച്ചത്. റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. കൂടാതെ ഭൂരഹിതരായിട്ടുള്ള അവർ നികുതി ഭാരവും വഹിക്കേണ്ടി വന്നു. പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യാവസായിക ഉൽപാദനം തുച്ഛമായിരുന്നു. ഉള്ള വ്യവസായങ്ങളും ഭൂരിഭാഗവും വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത്. തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയി, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചപ്പം നമ്മുടെ റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരാണ് ഇവർ. ഇത്രയും പേര് അവരുടെ പേര് നോക്കി വെച്ചേക്കാം. ഓക്കെ, അതുപോലെ കാൾ മാക്സും ഫെഡറിക് എംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു. തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയും രൂപം കൊണ്ടു. ഈ പാർട്ടി പിന്നീട് മെൻഷെവിക്കുകൾ എന്നും ബോൾഷെവിക്കുകൾ എന്നും അറിയപ്പെട്ടു. ലെനിൻ ട്രൊട്സ്കി ലെനിനും ട്രൊട്സ്കിയും തുടങ്ങിയ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തപ്പം അലക്സാണ്ടർ കെരൻസ്കി ആണ് എന്തിന് നേതൃത്വം കൊടുത്തത്? മെൻഷെവിക്കുകൾക്ക് നേതൃത്വം കൊടുത്തത്. അപ്പം ലെനിനും ട്രൊട്സ്കിയും ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തപ്പം അലക്സാണ്ടർ കെരൻസ്കി ആണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം കൊടുത്തത്. 1905 റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 1905 ജനുവരി 9 ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചോ. അപ്പം ഈ 1915 ജനുവരി 9 ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പൊ 1905ഉം 1915 ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പൊ 1905 ജനുവരി 9 പ്രകടനം നടത്തി. എവിടെയാണ്? പെട്രോഗാഡ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ നേരെ പട്ടാളം വെടിവെച്ചു. 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ഈ സംഭവത്തെ രക്തരൂക്ഷിതമായിട്ടുള്ള ഞായറാഴ്ച എന്നാണ് അറിയപ്പെട്ടത്. അപ്പൊ രക്തരൂക്ഷിതമായിട്ടുള്ള ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിച്ചു. ഇവ സോവിയറ്റുകൾ എന്നാണ് അറിയപ്പെട്ടത്. സമരം ശക്തമായതിനെ തുടർന്ന് ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി. 1914 ഒന്നാം ലോക യുദ്ധം ആരംഭിച്ചതോടെ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു.
അനേകം റഷ്യൻ സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു. 1917 ആയപ്പോഴേക്കും ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി. അങ്ങനെ മാർച്ച് 8-ന് ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തൊഴിൽ വീഥികളിൽ പ്രകടനം നടത്തി. അതും പെട്രോഗാഡ് തന്നെയാണ്. അങ്ങനെ പെട്രോഗാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. സൈനികർ ആദ്യം അതിനെ നേരിട്ടെങ്കിലും പിന്നീട് തൊഴിലാളികളോടൊപ്പം ചേർന്നു. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധത്തില് തങ്ങൾ അനുഭവിച്ച ദുരന്തങ്ങളെയാണ് സൈനികൾ പ്രധാനമായും ഇതിനെ പ്രേരിപ്പിച്ചത്. അപ്പം എന്തുകൊണ്ട് സൈനികർ ഇതിൽ ചെന്നത്? ആ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇവർക്ക് കിട്ടിയ കുറെ ദുരന്തങ്ങളാണ് അവരെ അതിനകത്ത് പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചത്. പെട്രോഗാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. തുടർന്ന് നിക്കോളാസ് രണ്ടാമന് സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷെവിക് നേതാവായിട്ടുള്ള അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്തു. ആരുടെ നേതൃത്വത്തിലാണ്? കെരൻസ്കിയുടെ നേതൃത്വത്തിലാണ് റഷ്യയിൽ താൽക്കാലിക ഗവൺമെന്റ് ഉണ്ടായത്. ഓക്കെ, പിന്നീട് ഇപ്പൊ ഈ ഒരു നടന്ന സംഭവം ആ റഷ്യൻ കലണ്ടർ പ്രകാരം ഫെബ്രുവരിയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിപ്ലവത്തെ ഫെബ്രുവരി വിപ്ലവം എന്നാണ് അറിയപ്പെട്ടത്. അപ്പം നമ്മുടെ അലക്സാണ്ടർ കെരൻസ്കി അധികാരത്തിൽ വന്ന നിക്കോളസ് രണ്ടാമൻ സ്ഥാനമൊഴിഞ്ഞ ആ ഒരു സംഭവത്തെയാണ് ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ടത്. റഷ്യൻ കലണ്ടർ നമ്മളെ സാധാരണ നോർമൽ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ ഒരു മാസം പിറകിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്നത് മാർച്ച് 8-നാണെന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, മാർച്ചിലാണ് നടന്നത്. നമുക്കിവിടെ ഒരു കോളം പഠിക്കാനായിട്ടുണ്ട്. എന്താണ്? ബാറ്റിൻ ഷിപ്പ് പ്രൊട്ടസ്കിൻ. റഷ്യൻ ചലച്ചിത്ര സംവിധായകൻ സെർഗി ഐസൻസ്റ്റീൻ. എന്താണ്? റഷ്യൻ ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാത ചിത്രമാണ് ഏതെന്ന് പറയുന്നത്? ബാറ്റിൽ ഷിപ്പ് പ്രൊട്ടൻസ്കിൻ എന്ന് പറയുന്നത്. അപ്പം സാർ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് നടന്ന യഥാർത്ഥ സംഭവമാണ് ഈ ഒരു സിനിമ. ഇതൊരു നിശബ്ദ സിനിമയാണ്. കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലായിട്ടുള്ള പൊട്ടൻസ്കിനിൽ അസംതൃപ്തരായിട്ടുള്ള നാവികർ നടത്തിയ കലാപമാണ് ഈ ഒരു സിനിമയുടെ ആശയം എന്ന് പറയുന്നത്. ജോൺ റീഡിന്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ ഒരു സിനിമ തയ്യാറാക്കിയത്. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം, ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം. ആരാ എഴുതിയത്? ജോൺ റീഡ്. ആ ഒരു പുസ്തകത്തെ ആധാരമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ സെർഗി ഐസൻസ്റ്റീൻ തയ്യാറാക്കിയത്. അറിഞ്ഞു വെച്ചേക്കാം. അടുത്ത നമ്മൾ മാർക്സിസത്തിനെ പറ്റിയാണ് പറയുന്നത്. കാൾ മാർക്സും ഫെഡറിക് ഏംഗൽസും ചേർന്ന് രൂപം നൽകിയ ആശയ സംഹിതയാണ് മാർക്സിസം എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ആശയം. ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ താൽക്കാലിക ഗവൺമെന്റ് വന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ആരാ താൽക്കാലിക ഗവൺമെന്റ് ആയിട്ട് വന്നത്? നമ്മുടെ മെൻഷെവിക് നേതാവായിട്ടുള്ള അലക്സാണ്ടർ കെരൻസ്കി ആണ് അല്ലെ. അപ്പൊ ഈ താൽക്കാലിക ഗവൺമെന്റിനെ റഷ്യയിലെ സോവിയറ്റുകളിലെ ഒരു വിഭാഗം അംഗീകരിച്ചില്ല. ഈ സമയം സ്വിറ്റ്സർലൻഡിൽ കഴിയുകയായിരുന്നു നമ്മുടെ വ്ളാഡിമർ ലെനിൻ. അദ്ദേഹം റഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായി എതിർത്തു. വിപ്ലവം അതിന്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബോൾഷെവിക്കുകൾക്കും സോവിയറ്റുകൾക്കും ലെനിന്റെ നിലപാടിനെ പിന്തുണച്ചു. അപ്പൊ ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിനെ പിന്തുണച്ചു. അവിടെ നിലവിൽ ആരാ ഇപ്പൊ ഇരിക്കുന്നത്? നമ്മുടെ കെരൻസ്കിയാണ് ഇരിക്കുന്നത്. കെരൻസ്കിയുടെ ഗവൺമെന്റ് ആണ് താൽക്കാലിക ഗവൺമെന്റ്. നമ്മുടെ ബോൾഷെവിക്കിന്റെ ലീഡർ ആയിരുന്നു ആര്? ലെനിൻ. പുള്ളിക്കാരൻ നമ്മുടെ കെരൻസ്കി അധികാരത്തിൽ വന്നപ്പോ എവിടെയായിരുന്നു? സ്വിറ്റ്സർലൻഡിലായിരുന്നു. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ അങ്ങോട്ട് വരാൻ പറ്റുന്നത്. അപ്പൊ കയറി കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ വന്നിട്ട് ഫുള്ള് കാര്യങ്ങളെ എതിർത്തു. പുള്ളിക്കാരൻ പറഞ്ഞതിനെ എല്ലാം ബോൾഷെവിക്കുകളും സോവിയറ്റുകളും സപ്പോർട്ട് ചെയ്തു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു.
അതിനായി അവർ ചില ആവശ്യങ്ങളും ഉന്നയിച്ചു. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞ ആവശ്യങ്ങൾ നോക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറണം, റഷ്യ പിന്മാറണം. അതുപോലെ പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക, ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റുക. ഇതൊക്കെയാണ് പറഞ്ഞിരുന്ന കാര്യം. അങ്ങനെ 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരായിട്ടുള്ള സായുധ കലാപം ആരംഭിച്ചു. അപ്പം താൽക്കാലിക ഗവൺമെന്റ് ആരാണ്? കെരൻസ്കി ആണ്. അപ്പൊ 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ എന്ത് ചെയ്തു? താൽക്കാലിക ഗവൺമെന്റിനെതിരായിട്ട് ഒരു സായുധ കലാപം ആരംഭിച്ചു. കെരൻസ്കി രാജ്യം വിട്ടു പോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവത്തെ എന്തെന്ന് അറിയപ്പെടുന്നത്? ഒക്ടോബർ വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഫെബ്രുവരി വിപ്ലവം പറഞ്ഞു, ഇത് എന്താണ്? ഒക്ടോബർ വിപ്ലവം. അത് റഷ്യൻ കലണ്ടർ പ്രകാരം തന്നെയാണ് ആ പേര് വന്നത്. തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായി ഒരു ക്യാബിനറ്റിന് രൂപം നൽകി. റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചെടുത്ത് കർഷകന് കൊടുത്തു, പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി, സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി ഉണ്ടായി. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂട്ടിച്ചേർത്ത് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കുകയും ചെയ്തു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് എന്ന ആശയം ഇതോടെ വ്യാപകമായി. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ചൈനീസ് വിപ്ലവമാണ്. ഓക്കെ, അപ്പം വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായിട്ടുള്ള വിപ്ലവങ്ങൾക്ക് 20-ാം നൂറ്റാണ്ടിൽ ചൈന സാക്ഷ്യം വഹിച്ചു. അപ്പം ചൈനയിലാണ് അവസാനമായിട്ട് നടക്കുന്നത്. അപ്പം ചൈനീസ് വിപ്ലവം 20-ാം നൂറ്റാണ്ടിലാണ്. ലോകത്തിന്റെ മറുഭാഗങ്ങളിൽ നടപ്പിലാക്കിയിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി 2 നയങ്ങളാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ നടപ്പിലാക്കിയത്. മറ്റുള്ളിടത്തെല്ലാം ചൂഷണം അങ്ങനെയൊക്കെയല്ല ചെയ്തത്. അപ്പൊ ഇവിടെ എന്താണ്? ഇവര് കറുപ്പ് വ്യാപാരത്തിന് തുറന്ന വാതിൽ നയമാണ് ചൈനയിൽ സ്വീകരിച്ചത്. ഓക്കെ, അപ്പൊ കറുപ്പ് വ്യാപാരം എന്ന് പറഞ്ഞാൽ കഞ്ചാവ് കണക്കത്തുള്ള സംഭവമാണ്. അപ്പം ചൈനീസ് ഉൽപ്പന്നങ്ങളായിട്ടുള്ള പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു. ഒരു രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലല്ലേ ലാഭമുള്ളൂ. അപ്പൊ എല്ലാം ഇറക്കുമതി മാത്രമാണെങ്കിൽ കയറ്റുമതി മാത്രമാണെങ്കിൽ എന്താണ്? ചൈനയ്ക്ക് ലാഭമാണ്, മറ്റു രാജ്യങ്ങൾക്ക് അത് നഷ്ടമാണ്. അങ്ങനെ ചൈനയിൽ ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യന്മാർക്ക് നഷ്ടം ഉണ്ടായി. ഇത് പരിഹരിക്കാനായിട്ട് ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിൽ ലഹരി പദാർത്ഥമായിട്ടുള്ള കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിന്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായിട്ട് ബാധിച്ചു. അങ്ങനെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായിട്ട് മാറി. അപ്പൊ ഇതിന് പിന്നിലുണ്ടായ സംഭവമാണ് തുറന്ന വാതിൽ നയം. അപ്പം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാരത്തിന് ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യമൊന്നും ലഭിച്ചില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹെയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്. ഈ നിയമം അനുസരിച്ച് ചൈനയുടെ കമ്പോളത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യാവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലയായിട്ട് വിഭജിക്കപ്പെട്ടു. അമേരിക്കക്ക് ചൈനയിൽ ഇടപെടാൻ അവസരം ഒരുക്കുക എന്നതായിരുന്നു ഈ ഒരു നയത്തിന്റെ ലക്ഷ്യം. അമേരിക്ക ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്ക് ഇടപെടാൻ വേണ്ടി അവർ പുതിയ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരും, അല്ലെ? അപ്പൊ അത് കണക്ക് തന്നെയാണ് അവർ അന്നും ചെയ്തത്. ഇപ്പം ചൈന ഭരിച്ചിരുന്നത് ആരാണ്? മഞ്ചു രാജവംശമാണ് ചൈന ഭരിച്ചിരുന്നത്, കേട്ടോ. അപ്പൊ ചൈന ഭരിച്ചിരുന്ന രാജവംശമാണ് മഞ്ചു രാജവംശം. വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായിട്ടുള്ള നിലപാടാണ് മഞ്ചു രാജവംശം സ്വീകരിച്ചത്. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ 1900 കലാപം സംഘടിപ്പിച്ചു. ബോക്സർമാരുടെ മുഷ്ടിയായിട്ടിരുന്ന ആ ഒരു മുഷ്ടിയായിരുന്നു അവരുടെ ചിഹ്നം എന്ന് പറയുന്നത്. അവരുടെ മുദ്ര എന്തായിരുന്നു? ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ബോക്സർ കലാപം എന്നാണ്
അറിയപ്പെട്ടത് കേട്ടോ. അപ്പം ബോക്സർ, ചൈന എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഈ പറയുന്ന മാർഷൽ ആർട്സിനൊക്കെ ഇമ്പോർട്ടന്റ് ഉള്ള സ്ഥലമാണ് അല്ലെ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ ഈ ബോക്സർ കലാപം ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചൈനീസ് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്. പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം ശക്തി പകർന്നു. 1911 ഡോക്ടർ സൺ യാറ്റ് സെന്നിന്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരെ ചൈനയിൽ വിപ്ലവം നടന്നു. ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. തുടർന്ന് ദക്ഷിണ ചൈനയിൽ സൺ യാറ്റ് സെന്നിന്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. അപ്പം ആരാണ്? കുമിന്താങ് പാർട്ടി. കുമിന്താങ് പാർട്ടി ആരുടെയാണ്? സൺ യാറ്റ് സെന്നിന്റെ ആണ്. സൺ യാറ്റ് സെൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. അപ്പം ദേശീയതയിൽ പറഞ്ഞ കാര്യം എന്താണ്? മഞ്ചൂരിയൻ പ്രദേശങ്ങളായിട്ടുള്ള മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും, അപ്പൊ മഞ്ചൂരിയൻ പ്രദേശക്കാരായിട്ടുള്ള മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക എന്നതാണ് ദേശീയതയിൽ പറഞ്ഞത്. ജനാധിപത്യത്തിൽ ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. സോഷ്യലിസത്തിന്റെ ആശയമായിട്ട് പറഞ്ഞത് മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായിട്ട് വിതരണം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ചൈനയിൽ നമ്മുടെ സൺ യാറ്റ് സെൻ പറഞ്ഞത്. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്നാവശ്യപ്പെട്ട സൺ യാറ്റ് സെൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ ചൈനയുമായിട്ട് വിദേശികൾ ഒപ്പിട്ട ആ ഉടമ്പടികളൊക്കെ റദ്ദാക്കി കൃഷിയുടെയും വ്യവസായത്തിന്റെയും പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ കുമിന്താങ് റിപ്പബ്ലിക് സ്വീകരിക്കുകയും ചെയ്തു. റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ഇതിൻ വഴി കിട്ടി കേട്ടോ. അപ്പൊ റഷ്യയാണ് ചൈനയെ സപ്പോർട്ട് ചെയ്തൊരു രാജ്യം, അത് മനസ്സിലാക്കി വെച്ചേക്കാം. റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചെയ്തു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ അവിടെ രൂപീകരിച്ചു. ഓക്കെ, ആദ്യകാലങ്ങളിൽ കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോയത്. എന്നാൽ സൺ യാറ്റ് സെന്നിന്റെ മരണത്തിന് ശേഷം ചിയാങ് കൈഷക് ഭരണത്തിന്റെ തലവനായിട്ട് വന്നതോടെ സഹകരണം ഇല്ലാതായി. അപ്പം സൺ യാറ്റ് സെൻ മരിച്ചതിന് ശേഷം ആരാ തലവനായിട്ട് വന്നത്? ചിയാങ് കൈഷക് ആണ് ഭരണത്തിന്റെ തലവനായിട്ട് വന്നത്. അതിനുശേഷം നമ്മുടെ കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള സഹകരണം ഇല്ലാതായി. ഇനി എങ്ങനെയാണ് ചൈന റിപ്പബ്ലിക് ആവുന്നതെന്ന് നോക്കാം. ചിയാങ് കൈഷക് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു. ചൈനയിൽ സൈനിക ഏകാധിപത്യം ചെയ്തതാരാണ്? ചിയാങ് കൈഷക് ആണ്. സൈനിക ഏകാധിപത്യം ചൈനയിൽ നടപ്പിലാക്കിയത് ചിയാങ് കൈഷക് ആണ്. കമ്മ്യൂണിസ്റ്റുകളുമായിട്ടുള്ള സഹകരണം ഉപേക്ഷിച്ച് അദ്ദേഹം അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ വീണ്ടും അവസരം ഒരുക്കി കൊടുത്തു. ഇവന്മാരെ പുറത്താക്കിയിട്ടാണ് അവരൊന്ന് നന്നായത്. അപ്പോഴത്തേക്ക് വീണ്ടും ചിയാങ് കൈഷക് വന്നിട്ട് വീണ്ടും വിദേശ ശക്തികൾക്ക് ചൈനയിൽ ഇടപെടാനായിട്ട് അവസരം ഒരുക്കി കൊടുത്തു. അങ്ങനെ ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിങ്, വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളിലെല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളായിരുന്നു. അങ്ങനെ ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായം, ബാങ്കിങ്, വിദേശ വ്യാപാരം ഇതൊക്കെ ആര് നിയന്ത്രിച്ചു? വിദേശ രാജ്യങ്ങൾ നിയന്ത്രിച്ചു. അങ്ങനെ ചിയാങ് കൈഷകിന്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തതിനെ തുടർന്ന് അവരെ ക്രൂരമായി നേരിട്ടു. ഈ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആരാണ്? മാവോ സേതുങ്. അങ്ങനെ ഈ സമയത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് മാവോ സേതുങ് ഉയർന്നു വന്നു. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് ഒരു യാത്ര ആരംഭിച്ചു. അവൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ചിയാങ് കൈഷകിന്റെ സമയത്ത് ആരാണ്? മാവോ സേതുങ് ആണ്. അങ്ങനെ 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ ഒരു തെക്കൻ ചൈനയിലെ ഭാഗത്ത് ഒരു കിയാങ്സിയിൽ നിന്നൊരു യാത്ര ആരംഭിച്ചു. അങ്ങനെ നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ട് അതിസാഹസികമായ ഒരു യാത്ര വടക്ക് പടിഞ്ഞാറ് യെനാനിലാണ് അവസാനിച്ചത്. അപ്പൊ എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിച്ചു? കിയാങ്സിയിൽ നിന്ന് തുടങ്ങി. തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് തുടങ്ങി യെനാനിലാണ് ഈ ഒരു യാത്ര അവസാനിച്ചത്. യാത്രയിലുടനീളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകിക്കൊണ്ടാണ് ഈ ഒരു യാത്ര നടത്തിയത്.
ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര ലോങ് മാർച്ച് എന്നാണ് അറിയപ്പെട്ടത്. അപ്പൊ ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഇതിന്റെ ഫലമായിട്ട് വിദേശാധിപത്യത്തിനെതിരായിട്ടുള്ള ചൈനീസ് ജനതയുടെ പോരാട്ടത്തിന്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോ സേതുങ്ങും മാറി. അങ്ങനെയാണ് ഇപ്പോഴും മാവോ എന്ന് പറഞ്ഞ് നമ്മുടെ കമ്മ്യൂണിസ്റ്റിന്റെ ഇതായിട്ട് പറയുന്നത്. അപ്പം കമ്മ്യൂണിസ്റ്റുകളും മാവോ സേതുങ്ങും എന്താണ് ചൈനീസ് ജനതയുടെ പോരാട്ടത്തിന്റെ പ്രതീകമായിട്ട് മാറി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന കുവിങ്താങ് ഭരണത്തിന്റെ കേന്ദ്രം കൈക്കലാക്കിയതിനെ തുടർന്ന് ചിയാങ് കൈഷക്ക് തായ്വാനിൽ രാഷ്ട്രീയ അഭയം തേടി. അങ്ങനെ നമ്മുടെ ചിയാങ് കൈഷക്ക് നാട് വിട്ട് ഓടിപ്പോയി. ഇനി അവിടെ നിൽക്കാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ എങ്ങോട്ട് പോയി? തായ്വാനിലേക്കാണ് അഭയം തേടി പോയത്. 1949 ഒക്ടോബർ 1 ചൈന മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ ചൈന റിപ്പബ്ലിക്കായിട്ട് മാറി. ഓക്കെ, നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചൈന എന്തായിട്ട് മാറുന്നത്? റിപ്പബ്ലിക് ആയിട്ട് മാറുന്നത്. 1949 ഒക്ടോബർ 1 ചൈന റിപ്പബ്ലിക് ആയിട്ട് മാറുന്നത്. അപ്പൊ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ വിപ്ലവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്തത്. അപ്പൊ നമ്മുടെ എല്ലാ വിപ്ലവങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ആ ഒരു കാര്യം എല്ലാ ഫാക്റ്റുകളും ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ എല്ലാ ഫാക്റ്റുകളും നല്ല രീതിയിൽ നോക്കി വെച്ചേക്കുക. ഇതിൽ നിന്ന് ഉറപ്പായിട്ട് ചോദ്യം വരും. ഈ ചാപ്റ്ററാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ. നല്ല രീതിയിൽ പഠിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു ഓൾ.